ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേദാവതി നദിയുടെ തീരത്താണ് ചിത്രദുർഗ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 11-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ ചാലൂക്യരും ഹൊയ്സാലരും പിന്നീട് വിജയനഗര സാമ്രാജ്യവും ഉൾപ്പെടെയുള്ള രാജവംശങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടതെന്നാണ് ഐതിഹ്യം. ഹൊയ്സാല രാജാക്കന്മാരിൽ നിന്നും ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം വിജയനഗര രാജാക്കന്മാർക്ക് ലഭിക്കുകയും AD 1565 വിജയനഗര സാമ്രാജ്യം അസ്തമിക്കുകയും ചെയ്തു. 1760 മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി ചിത്രദുർഗ കോട്ടയെ ആദ്യമായി ആക്രമിക്കുന്നത്. അതിൽ പരാജിതനായ അദ്ദേഹം 10 വർഷങ്ങൾക്ക് ശേഷം 1770 വീണ്ടും ആക്രമിച്ചു. എന്നാൽ അതിലും അദ്ദേഹത്തിന് പരാജയമാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം 1779 മൂന്നാമത്തെ ആക്രമണത്തിൽ ഹൈദർ അലി ഈ കോട്ട പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. 1779 മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി ഈ കോട്ട പിടിച്ചെടുത്തുവെങ്കിലും 20 വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി ഈ കോട്ട പിടിച്ചെടുത്തു. ഇതിഹാസവും ചരിത്രവും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഈ കോട്ട മഹാഭാരതത്തിലെ ഹിഡുംബൻ്റെയും ഹിഡുംബിയുടെയും വാസസ്ഥലമായിരുന്നെന്നു പറയപ്പെടുന്നു. കോട്ടയുടെ മുന്നിലും പിന്നിലുമായി നിരവധി പ്രവേശന കവാടങ്ങളുണ്ട്. മുൻവശത്ത് 19 പ്രവേശന കവാടങ്ങളാണുള്ളത്. പിൻവശത്ത് അതിനിരട്ടി പ്രവേശന കവാടങ്ങളുണ്ട്. കൂടാതെ 35-ലധികം രഹസ്യ അറകൾ, 4 അദൃശ്യ പാതകൾ, 100 കണക്കിന് നിരീക്ഷണ ഗോപുരങ്ങൾ എന്നിവയെല്ലാം ഈ ഒരു സമുച്ചയത്തിനുള്ളിലുണ്ട്. ചിത്രദുർഗയുടെ അജയ്യമായ കോട്ട സമകാലിക കാലത്തെ യുദ്ധതന്ത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചിത്രദുർഗയിലെ ധീരരായ നായകന്മാരുടെ ഉൾക്കാഴ്ചയ്ക്ക് ഇതൊരു ഉദാഹരണമാണ്. 7 ചുറ്റുപാടുകളുള്ള ഈ കോട്ട നൂറ്റാണ്ടുകളായി പ്രകൃതിയുടെ നാശത്തെ ചെറുത്തു നിൽക്കുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ഏകനാഥേശ്വരി, ഹിഡുംബേശ്വരി, സാംബിക സിദ്ധേശ്വര, ഫൽഗുനേശ്വര തുടങ്ങി 14 ക്ഷേത്രങ്ങളുണ്ട്. മറ്റ് സ്മാരകങ്ങളും വിനോദസഞ്ചാരികളുടെ താൽപ്പര്യമുള്ള സ്ഥലങ്ങളും മുരുകുമാട, ഓണക്കക്കിണ്ടി, തോക്കുപടിക്കുന്ന കല്ലുകൾ, രാജകൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, കളപ്പുര, എണ്ണ ടാങ്കുകൾ, ജിംനേഷ്യം, 40 അടി ഉയരമുള്ള സ്വിംഗ് സ്റ്റാൻഡ്, വാച്ച് ടവറുകൾ, ഗൺ ഹോളുകൾ, സൈനിക ക്വാർട്ടേഴ്സുകൾ തുടങ്ങിയവയാണ്. നിങ്ങളിത് ഇപ്പോൾ കാണുന്നത് പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ കാലത്ത് വെടിമരുന്ന് നിർമ്മിക്കുന്ന സംഭവമാണ്. ഇത് കണ്ടില്ലേ, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഹോൾസ് പോലത്തെ സംഭവങ്ങൾ കണ്ടോ? ഈ ഹോൾസ്, ആ ഹോൾസിനകത്തേക്ക് ഒന്നെങ്കിൽ മുളയോ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പുകളൊക്കെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അത് ആ നടുക്കായിട്ടൊരു ഹോള് കാണുന്നുണ്ടോ? ആ ഹോളിനകത്തിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇത് ഉണ്ടാക്കുന്നതാണ്, ഗൺ പൗഡർ ഉണ്ടാക്കുന്നതാണ്. നൈസല്ലേ സംഭവം? Ganesh, just describe anything. This in polling center. This is like in big hole is there. Okay. Okay, wheel. It in run this. All 5 is run the wheel. Okay. It's gun is very stone is big. In powder is coming. Okay. Outside in this. Okay. Okay. Taken in another side. ഓക്കെ. ഗണേശ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ കാണുന്ന ഈ റൗണ്ട് കണ്ടോ, ഒരേ ടൈം 1, 2, 3, 4 വീലുകളുണ്ട്. ആ വീലുകൾ റൊട്ടേറ്റ് ആകുമ്പോഴത്തേന് നടുക്ക് വലിയൊരു കല്ല് കാണും. അപ്പോൾ അതിനകത്തുനിന്ന് പൊടിഞ്ഞിട്ടാണ് ഈ ഗൺ പൗഡർ നമ്മൾ ഉണ്ടാക്കുന്നത്. കൊള്ളാം അല്ലേ സംഭവം? ഇവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം കാണുന്നതെന്നറിയോ? ഒരാൾ നിൽക്കുന്നുണ്ടോ മഞ്ഞ ഷർട്ടിട്ട്? അദ്ദേഹത്തിൻ്റെ പേരാണ് കോത്തി രാജ. കോത്തി രാജ എന്ന് വെച്ചാൽ കുരങ്ങ്, കോത്തി എന്ന് വെച്ചാൽ മങ്കി എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം ഈ വാളിൽ കൂടി എല്ലാം, ഈ കോട്ടയുടെ ചുമരിൽ കൂടി എല്ലാം വിത്തൗട്ട് എനി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാതെ അദ്ദേഹം നടന്നു കയറും. അദ്ദേഹം അതിനൊരു പ്രാക്ടീസ് കൊടുക്കുകയാണ് ഇവിടെ വന്ന സഞ്ചാരികൾക്കൊക്കെ. ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് നിൽക്കുന്നത്. ഹലോ, ട്രൈ ചെയ്യുവാണ് മുകളിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ല. നമ്മൾ കയറി വരുമ്പോഴത്തേനുള്ളൊരു ഗണപതിയുടെ ടെമ്പിളാണിത്. അകത്ത് ഗണപതിയുടെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ വെച്ച് മാലയും കാര്യങ്ങളൊക്കെ ഇട്ട് പൂജിക്കുന്നുണ്ട്.
വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടെ എല്ലാം. നിങ്ങൾ കണ്ടില്ലേ, വേസ്റ്റ് ഇടാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ മുകളിലേട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫുള്ള് ഉരുളൻ കല്ലുകളാണ്, പാറകളാണ് കേട്ടോ ഫുള്ള്. എങ്ങാനും ഒരെണ്ണം താഴോട്ട് വന്നു കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നും വരുന്നതല്ല കേട്ടോ, അത്രയും ഉറപ്പായിട്ടാണ് ചെയ്തേക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്, അത് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. ഒരു ശകലം പോലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഇവിടെ. കാറ്റെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇടലും നല്ല കാറ്റും. അയ്യോ, നടന്ന് മടുത്ത് കേട്ടോ. അതുപോലെയുണ്ട്. നിങ്ങൾ ഈ മുന്നോട്ടൊക്കെ നോക്കി അങ്ങ് കിടക്കുവാണ്. ഇതൊരു ക്ഷേത്രം കേട്ടോ. അവിടെയാണ് ഏറ്റവും ടോപ്പിൽ, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമുക്കിത് ഈ വഴിയാണ് ഇങ്ങനെ കറങ്ങിപ്പോവാം. ആ പാറക്കോട്ട നിങ്ങൾ നോക്കി, അതൊരൊറ്റ റോക്കാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ മോനെ, എന്നാ ഒരു പൊളിയാണ്. നൈസ് വ്യൂ ആണ്. ഈ കാണുന്നത് ഗള്ളി മണ്ഡപ എന്നാണ് എഴുതിയേക്കുന്നത്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ വരുമ്പോഴത്തെ റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെയുള്ള, കുറച്ച് നേരം ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം, ഒരു പാർക്കൊക്കെ പോലെ അങ്ങനത്തെ രീതിയിൽ കണ്ടില്ലേ. ഇവിടെയൊക്കെ ജസ്റ്റ് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു ക്ഷേത്രമുണ്ട്, മൃഗരാജേന്ദ്ര മഠ. മഠമാണ്, മൃഗരാജേന്ദ്ര മഠ. ഓക്കെ, ഒരു മഠമാണ്. ഇവിടെ എല്ലാം കണ്ടില്ലേ, നല്ല ഫെസിലിറ്റിയിലാണോ ചെയ്തേക്കുന്നത്. എല്ലാം ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമില്ല, വളരെ മികച്ച എന്താ പറയുക, എൻജിനീയറിങ് കലവിരുത് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതാണ്. എന്ത് രസമാണെന്ന് നോക്കി. അവിടെ ഒരു മരം നിന്നിട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുവാണ്. ഒരു മഠമാണ് കേട്ടോ ഇത്. ഇപ്പം ഇതെല്ലാം മൊത്തം മ്യൂസിയം പോലെയാണ്, ആളുകൾക്ക് കാണാൻ വേണ്ടി തുറന്ന് കൊടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ താഴെയാണ് പാലസ് കോംപ്ലക്സ് ഉള്ളത്. അത് ആ വഴി അങ്ങോട്ട് പോകണം, അതാണ് പാലസ് കോംപ്ലക്സ്. ഇത് കണ്ടില്ലേ ഇതേക്കുന്നത്, സിദ്ധേശ്വര ടെമ്പിൾ. സംപിക സിദ്ധേശ്വര ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലമാണിത്. ഹായ്, നല്ല കൂളായിട്ടുണ്ടല്ലേ ക്ലൈമറ്റ് അല്ല, ആ ഒരു കയറി കഴിഞ്ഞപ്പോഴത്തേനേ, എൻ്റെ മോനെ നോക്കി, അതാണ് ആ ക്ഷേത്രം. കുറേ അണ്ണാന്മാരൊക്കെ ഇരിക്കുന്നു നോക്കി. ഒരു ശബ്ദം പോലും ഇല്ല, നമ്മുടെ മാത്രം ശബ്ദമേ ഉള്ളൂ. ഞങ്ങൾ സംസാരിക്കുന്നത് മാത്രം ഇവിടെ കേൾക്കുന്നത്. ഒരു എക്കോ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും. എന്ത് രസമാണെന്ന് നോക്കി. ഇതെങ്ങനെ ഇത്രയും ഇങ്ങനെ കൊത്തുപണികളോട് കൂടി ചെയ്തേക്കുന്നതെന്ന് കാണുമ്പോഴത്തേനുമാ. എനിക്ക് പണ്ട് മുതലേ ഈ കോട്ടകൾ, ക്ഷേത്രങ്ങൾ, പഴയ ഗുഹകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടെയൊക്കെ എന്തൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട്. അകത്തൊക്കെ ഇങ്ങനെ മുറികൾ പോലെ പണിതിട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഫുള്ള് പാറക്കല്ലിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. നമ്മളിതേ ഒരു വ്യൂ പോയിന്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. മുടിഞ്ഞ കയറ്റാണ് മുകളിലേക്ക്. ഇതേ നമ്മുടെ ഗണേഷ് ബ്രോ കയറിയിട്ടുണ്ട്. ഇത് കുഴിയാണ് കേട്ടോ. ഇത് ചവിട്ടി വേണം നമ്മൾ കയറാനായിട്ട്. ഇത് കണ്ടില്ലേ, ചെറിയ കുഴികളാണ്. ഓക്കെ നമ്മൾ കാലിതേ കുതിരേ. ഓക്കെ ഇത് നോക്കി, ഇവിടെ ചെറിയ കുഴികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. അതിലാണ് നമ്മൾ ചവിട്ടി കയറുന്നത് കേട്ടോ. എൻ്റെ മോനെ ഡേഞ്ചറാണ്, തെന്നിപ്പോയി കഴിഞ്ഞാൽ താഴെ കിടക്കും. കമ്മിങ് ബ്രോ കമ്മിങ്. മഴ പെയ്യുന്ന സമയത്തൊന്നും ഇവിടെ കയറാൻ പറ്റത്തില്ല കേട്ടോ. ഈ കാല് വിറയ്ക്കാൻ തുടങ്ങി. ഓ, ക്ലൈം. നമ്മളിതേ ഇത്രയാണ് താഴെ നിന്ന് കയറിയത്. ഇത് കണ്ടില്ല എൻ്റെ കാല്. അവിടെ നിന്ന് ആരോ കയറി വരുന്നുണ്ട്.
ഓക്കെ ബ്രോ. ആ Let's go, bro. ഓക്കെ ഓക്കെ. ഓ കുത്തനെയുള്ള കയറ്റമായി കേട്ടോ. അതെ ആളുകൾ കയറ് മേളിച്ചെന്ന്. മഴ പെയ്യുമ്പോൾ നടക്കത്തില്ല. അതെ ഇതുകൊണ്ട് ഒരു ചേച്ചി തന്നെ വീഴും. ഇത് നോക്കിയേ, കോട്ടയുടെ ഫുള്ള് വ്യൂ ആണ് ഈ കാണുന്നത് നിങ്ങൾ. എൻ്റെ മോനെ എന്നെ രസമെന്ന് നോക്കി. നല്ല കാറ്റുമുണ്ട്. ഐ ആം കമ്മിങ്. ഓക്കെ. ആ എടാ പേടിപ്പിക്കല്ലേ. Slow come. ഓക്കെ. അത് നോക്കി താഴെയാണ് ആ ചേച്ചിമാരൊക്കെ കയറി വരുന്നത്. കാല് തന്നെ പോയി കഴിഞ്ഞാൽ നേരെ താഴെയാണ് കേട്ടോ. ഗണേഷ് climb it. How is it, bro? മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ട് ക്ലൈംബ് ചെയ്തു. അതായത് അത്രയൊന്നും ഇല്ലേ, കയറിയില്ല, കഴിഞ്ഞില്ല. ഇനി കുറച്ചുകൂടെ മുകളിലേക്ക് കയറാനായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുറേ ആളുകളൊക്കെ ഇതേ ഇറങ്ങിയിട്ട് തിരിച്ചു പോകുന്നു. ദേ നിങ്ങൾ ആ കാണുന്നത് കേട്ടോ, അവിടെ ചെറുതായിട്ട് കാണുന്നത് അതാണ് മുമ്പേ നമ്മൾ പോയ ക്ഷേത്രം. നാലുകെട്ടാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ ഈ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. ഒരു രക്ഷയില്ല. നോക്കിയേ എൻ്റെ മോനെ, ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ, അനുഭവിക്കുക തന്നെ ചെയ്യണം. ഒരു രക്ഷയില്ല. ഐ ആം കമ്മിങ്. നല്ല കാറ്റുണ്ടേ നമ്മൾ കയറുന്നു. ചേച്ചിയൊക്കെ മടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നു. ഓ കാല് കഴിച്ച്. ചേച്ചിയൊക്കെ ഇതേ മടുത്ത് കേട്ടോ. വലിയ പാറയാണ്. ഇപ്പോൾ മേളിൽ ചെല്ലുമ്പോഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും, അത് ഉറപ്പാണ്. വെയിറ്റിംഗ് ഗൈസ്, ഇതാണ് ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പ് വ്യൂ. കാറ്റ് കാരണം ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിതേ ആ താഴെ കാണുന്നതാണ് ചിത്രദുർഗ ടൗണ്. ഇതേ ചിത്രദുർഗ ടൗൺ എന്ന് പറയുന്നത് ഈ കോട്ടയ്ക്ക് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ കിടക്കുകയാണ്. ആ ഭാഗമല്ല ചിത്രദുർഗ ടൗൺ. നമ്മൾ കയറി വന്നത് ആ ഭാഗത്താണ്. ആകെ കണ്ടത് അത്രയും മാത്രമാണ്. ഇനിയും ഉണ്ട് ഒരുപാട് കാണാനുണ്ട്. ഈ സൈഡിൽ വലിയ കോട്ടാണ്. ആ ഭാഗത്തുണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. അത് നോക്കിയേ, അവിടെ ഒരു കല്ലൊക്കെ കണ്ടോ. ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയേ. ബ്രോ വാട്ട് ദാറ്റ് പ്ലേസ്? ജോഗിമട്ടി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അതേ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത്. അത് നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. 12 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിൻ്റെ മേളിലൊരു സൂ ഒക്കെ ഉണ്ട്. സൂ വലിയ ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കാറ്റ് കാരണം എത്രത്തോളം പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ മോനെ $1,000,000 വ്യൂ എന്ന് പറഞ്ഞാൽ $1,000,000 വ്യൂ ആണ്. അതുപോലെ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു, അത്രയും കിടിലൻ വ്യൂ ആണ്. ഓക്കെ Is another fort? ഇത് നോക്കിയ ഫോർട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഭാഗത്തെല്ലാം അങ്ങ് ചെറുതായിട്ട് വരെ ഫോർട്ടിൻ്റെ ഇത് കാണാം കേട്ടോ. എൻ്റെ മോനെ വിഷയമാണ്. കോട്ടയുടെ ഏറ്റവും ബാക്ക് വശം അത് നോക്കിയേ, അതെല്ലാം പാലസ് കോംപ്ലക്സുകളാണ്. ആ കാണുന്നതെല്ലാം കുറേ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ കാണാനായിട്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതേതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം, ഈ കോട്ടയുടെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം. നമ്മളൊരു ഹൈറ്റ് കൂടിയ ഭാഗത്താണ് നിൽക്കുന്നത്, പക്ഷേ ഇതിലും ഹൈറ്റാണ്. നോക്കിയേ നിങ്ങൾ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും അങ്ങോട്ടൊന്നും എത്തിപ്പെടാനായിട്ട് പറ്റത്തില്ല. ഒരു ദിവസം ഫുള്ള് നടന്നാൽ പോലും നമ്മൾ കണ്ട് തീർക്കത്തില്ല, അത്രയും കാഴ്ചകളാണുള്ളത്.
നമ്മൾ കയറുന്നതിനേക്കാളും പാടാണ് കേട്ടോ ഇറങ്ങുന്നത്. കാരണം വെച്ചാൽ ഈ ഷൂവിനാണ് ഒന്നാമത്തെ ഗ്രിപ്പും ഇല്ല, വലിയ പാടാണ്. ഗ്രിപ്പൊക്കെ ഉള്ള ഷൂ ആണ് കുഴപ്പമില്ല, ട്രക്കിംഗ് ഷൂസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് എൻ്റെ നോർമൽ ഷൂസാണ്, കാഷ്വൽ ഷൂസാണ്. അയ്യോ എൻ്റെ മോനെ. നല്ല പാടാണ് കേട്ടോ ഇറങ്ങാനായിട്ട്. അയ്യോ ഒരു കുത്തിനുള്ള ഇറക്കമാണല്ലോ, ഇങ്ങനെ ഇറങ്ങും. നമുക്ക് ഈ പാറ പിടിച്ച് ഇങ്ങനെ പതിയെ പതിയെ ഇറങ്ങാം. അയ്യോ ബ്രോ, നടന്ന് കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. കണ്ടിട്ട് തീരുന്നില്ല, അതുപോലെ കിടക്കുവാണ് സ്ഥലം. കുറേ വ്യൂ പോയിന്റും കുറേ. എൻ്റെ മോനെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ, ചിത്രദുർഗ വഴി പോവുകയാണെങ്കിൽ ഈ കോട്ട കാണാതെ ഒരിക്കലും ഭയങ്കര നഷ്ടമായിരിക്കും. ഇതിനകത്തേക്ക് ഇറങ്ങാൻ തോന്നും. ബ്രോ Bro, this is like not understanding, no? എന്തോ സംഭവമാണ്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. Way on the down. ഓക്കെ താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള എന്തോ തുരങ്കോ അങ്ങനെ എന്തോ കാര്യമാണ്. ഒരു ഫീല് തന്നെയാണ് കേട്ടോ ഇതിൽ നടക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മുടിഞ്ഞ വ്യൂ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, എവിടെ നോക്കിയാലും വ്യൂ ആണ് അല്ലേ. സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ഇതിലാണ് ഇനി ഇറങ്ങിപ്പോണ്ട്. നമ്മളിത് ഇതിലാണ് ഇനി താഴേക്ക് ഇറങ്ങേണ്ടത്. ഇത് വിഷയമാണ്. ഇത് നോക്കി, കൈ വിട്ട് കഴിഞ്ഞാൽ നേരെ താഴെയാണ്. ഇത് കണ്ടാ ചേച്ചിയും ചേട്ടനും ഒക്കെ പോകുന്നു നോക്ക്. കയറുന്നതിനേക്കാളും പാടാണ് ഇറങ്ങുന്നത്. പിടിച്ചു പിടിച്ചൊക്കെ ഇറങ്ങും. എൻ്റെ കാലിൽ ഈ ഷൂ ആയതുകൊണ്ടാണ് കേട്ടോ. ഗ്രിപ്പുള്ള ഷൂ ആണ്, നമ്മളിതൊക്കെ പടക്കം പൊട്ടുന്ന പോലെ നമ്മൾ ചാടി ഇറങ്ങും. ഇതിപ്പം കാലിൻ്റെ ഈ ഷൂവിൻ്റെ അടിവശം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ജസ്റ്റ് നിങ്ങൾ നോക്കി, പരന്നിരിക്കുവാണ്. ഗ്രിപ്പ് പോയിട്ട് ഒരു ശകലം പോലും ഇല്ല. എങ്ങാനും കൈ വിട്ട് കഴിഞ്ഞാൽ നേരെ താഴെ കിടക്കും. ഓക്കെ ബ്രോ, ഐ എം കമ്മിങ്. വ്യൂ നോക്കിയേ. നമുക്കിനി ഇറങ്ങി ചെല്ലേണ്ട എതിലാന്ന് വെച്ചാൽ ഈ വഴി ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് അവിടെ ചെല്ലണം. അവിടുന്ന് അങ്ങനെ പോയി ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒരു വഴി അവിടെയുണ്ട്. അവിടുന്ന് നമുക്ക് അങ്ങോട്ടും പോവാം, ആ വഴി അതിലേയും പോവാം. നമ്മൾ മിക്കവാറും ചിലപ്പോൾ ആ വഴി അങ്ങനെ ആയിരിക്കും പോകുന്നത്. പകുതി പേര് മുകളിലേക്ക് കയറി വരുന്നില്ല കേട്ടോ, താഴെ നിന്നിട്ട് കണ്ടിട്ട് പോവാണ്. അവിടെ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ പാറയുടെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. ഓക്കെ, അതും ഒരു ഫോർട്ടാണ്. അതും അവിടെ മേളിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ കല്ലിൻ്റെ വലിപ്പം നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ എന്തോ മന്ദിരമോ എന്തോ സംഭവം ഉണ്ട്. അവിടെ ഗ്രില്ലൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ಅಕ್ಕ ಫುಲ್ ಡೌನ್ ಐತಿ ಕಡೆ ಬಾಕ. ಇದ್ರಿ ಇಲ್ಲಿ ಇಂಗ್ಲೀಷ್ ಬರೋಕಿಲ್ಲ. Go bro, come this way. Come bro. നമ്മളിത് ആ ഹൈറ്റിൽ നിന്നാണ് കേട്ടോ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നത്. അവിടെ ഒരു പയ്യൻ നിൽപ്പുണ്ട്, ഞാൻ അവനെ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. അതിലെയാണ് നമ്മളിത് ഇങ്ങനെ ഇറങ്ങി ഇതിലേ വന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ക്ലോസിങ് ടൈമായി. നമ്മളതുകൊണ്ട് വേഗം അവർ താഴത്തെ സെക്യൂരിറ്റി പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതുപോലെ കേരളത്തിൽ നിന്ന് വന്നാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കയറ്റി വിട്ടതാണ്. ഇതാണ് ക്ഷേത്രം, കണ്ടില്ലേ? ആളുകൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്, അല്ലാതെ പൂജയും കാര്യങ്ങളൊന്നുമില്ല.
ചുറ്റി നടന്നതിൻ്റെ ഫുള്ളായിട്ടൊന്ന് റിവ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ പാറക്കല്ല്. ഒറ്റക്കല്ലാണത്, അത്ര ഹൈറ്റിലിരിക്കുന്നത്. ഇഷ്ടം പോലെ അണ്ണാനുണ്ട്. അണ്ണാൻ ഇങ്ങനെ മരത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി നടക്കുന്ന കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ വാതിലിൽ കൂടെ എല്ലാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എന്താണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നൊന്ന് കാണുക കേട്ടോ. ഇതൊക്കെ ശരിക്കും ഇത് കണ്ണിന് അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പണ്ടത്തെ ആ നൊസ്റ്റാൾജിക് ഫീല് കിട്ടിയേനെ. ഇപ്പം പൂജയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്നാണ് കേട്ടോ വന്നത്. അത്ര ഹൈറ്റിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ലേക്ക്. മേളിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ട ലേക്കില്ലേ, ഇതാണ്. എവിടെ നോക്കിയാലും ഗ്രീനറിയാണ്, എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. ഈ ഫോട്ടോഗ്രാഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കിട്ടിയിലെ സ്ഥലം എന്ന് പറഞ്ഞാൽ കിട്ടിയിലെ സ്ഥലമാണ്. എവിടെ വെച്ചാലും ഫ്രെയിമാണ്. കോട്ടയ്ക്കകം നടന്നിട്ട് തീരുന്നില്ല. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും 2-3 സ്ഥലം കൂടെ ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്. സമയം 6 മണി കഴിഞ്ഞു. നിങ്ങളിതേ നടന്നു പോകുന്ന വഴികളൊക്കെ നോക്കിയേ. നമ്മുടെ വയനാട് ഇടയ്ക്കൽ KFC കൂടെയൊക്കെ പോകുന്ന പോലെ തല കൂട്ടും കേട്ടോ. ശരിക്കും ടിക്കറ്റ് 20 രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കോ കുപ്പികളോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുമാത്രമല്ല സെക്യൂരിറ്റീസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മൾ നീറ്റായിട്ടാണോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് എല്ലായിടത്തും വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അതത്രയും നീറ്റായിട്ടാണ് നോക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് കുറേ സാധനങ്ങളൊക്കെ പൈസ മേടിക്കും, ചുമ്മാ എന്താ പറയുന്നത്, നീറ്റായിട്ട് നോക്കത്തുമില്ല. ഇതൊക്കെ കറക്റ്റ് അവർ അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് അവർ നോക്കുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. നമ്മൾ ആ ടോപ്പിൽ നിൽക്കുമായിരുന്നെ സൺസെറ്റ് കാണാമായിരുന്നു. പാറയുടെ മുകളിൽ നിന്ന് വരുന്ന നല്ല തണുത്ത വെള്ളമുണ്ട്. നമുക്കത് കുടിക്കാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് കാണാം, മുഖമൊക്കെ കഴുകാനായിട്ടാണ്. ഓ മോനെ, തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണോ. നല്ല തണുത്ത വെള്ളം. ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. നമുക്ക് വേണമെങ്കിൽ കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പാറയുടെ അടിയിൽ ഇങ്ങനെ വരുന്നതാണ്. നിങ്ങളിത് ഈ കാണുന്നത് ഈ കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഹോനക്ക ഓബവ കിണ്ടി എന്ന് പറയുന്ന സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ആ ആളുകൾ കയറി വരുന്നുണ്ടോ, അവിടെ ഒരു ഹോള് കണ്ടോ. ആ ഹോളിനകത്തൂടെ നമ്മുടെ ഹൈദരലിയുടെ പട്ടാളം എന്ന് വെച്ചാൽ കോട്ടയെ ആക്രമിക്കാനായിട്ട് കയറി വരികയുണ്ടായി. അപ്പം അവരെ ഓനബവ എന്ന് പറയുന്ന ആ ലേഡി തലയ്ക്ക് ഇതുപോലെ ആ കമ്പ് വെച്ച് അടിച്ച് കൊല്ലുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു
സ്മരണാർത്ഥം ഇട്ടിരിക്കുന്ന പേരാണ് ഓനഭവ കിണ്ടി എന്നുള്ളത്. അതല്ലേ, ഇതൊരു വലിയൊരു ഹോളാണ്. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം അകത്തോട്ട് കയറിയിട്ട്. ആ ഓക്കെ, ഇതാണ് ആ ഹോള്. ഓനക്കെ ഓബവ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ മീൻസ് ലേഡിയുടെ ഹസ്ബൻഡ് ആയിരുന്നു ഇവിടെ കാവലിന് നിന്നിരുന്നത്. അതെ, നിങ്ങൾ ആ ഒരു ഹോള് കാണുന്നുണ്ടോ? അവിടെ ഒരു ചെറിയ ഹോളുണ്ട്. അതിലെയാണ് ഈ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് സൈന്യം ഇരച്ച് കയറി വന്ന് നമ്മുടെ ഹൈദരലിയുടെ സൈന്യം ഈ കോട്ട പിടിക്കാനായിട്ട്. പക്ഷേ ഒരു 3 തവണ ഹൈദരലി ഈ കോട്ട 2 തവണ ആക്രമിച്ചു. 3ാമത്തെ തവണ മാത്രമാണ് ഹൈദരലിക്ക് കോട്ട കീഴടക്കാനായിട്ട് സാധിച്ചത്. ഇതെന്തില്ലേ, ആ ഹോളിനകത്തൂടെ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേനും ഓനബാവ എന്ന് പറയുന്ന ആ ലേഡി അവരെ തലക്കടിച്ച് കൊല്ലുകയുണ്ടായി. അതാണ് സംഭവം, ചരിത്രം. അല്ല, അവിടെ ഒരു ചെറിയ ഹോളുണ്ട്. പട്ടാളം കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടി കാണും. ഇപ്പൊ ഞാൻ കയറിയത് കണ്ടോ? ഞാൻ കയറിയ പോലെയാണ് ഹൈദരലിയുടെ സൈന്യം കോട്ടയെ ആക്രമിക്കാനായിട്ട് കയറി വന്നത്. അപ്പോഴാണ് പുള്ളിക്കാരി ഇത് ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് കൊന്നത്. ഈ ഒരു കോട്ടമതിൽ നോക്കിയേ, ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് വെച്ചാണ്. ഈ പാറയുടെ മുകളിൽ ഫുള്ള് മണ്ണാണ്. കോട്ടയാണ് കേട്ടോ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഫുള്ള് മണ്ണാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ സിമെൻറ്റിനേക്കാളും ഒക്കെ ഉറപ്പാണ്. ഇത് ഫുള്ള് അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. വെളിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മെയ്ഡ് വിത്ത് സോയിൽ എന്നും പറഞ്ഞു. ഈ കാണുന്നത് മണ്ണ് വെച്ചുണ്ടാക്കിയ ഒരു ഓഫീസാണെന്നാണ് ആ വെളിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഫുള്ള് മണ്ണാണ്, മേൽക്കൂരയൊന്നുമില്ല, അതെല്ലാം ക്ഷയിച്ചു പോയി. ഇതിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് പണ്ട് ചെയ്തതാണോ? ഇതൊക്കെ ഇപ്പം അല്ലാതെ വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഈ തടി അറിയില്ല, ഫുള്ള് മണ്ണാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹൊയ്സാല രാജവംശമൊക്കെ നമ്മൾ പണ്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ സോഷ്യൽ സയൻസിനകത്ത് പഠിച്ചതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോഴത്തേനും നമുക്ക് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണണമെന്ന്. ഹംപി എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു പതിപ്പാണ്. കർണാടകയിൽ തന്നെയുള്ള ഹംപി. നമ്മളതും ചരിത്രത്തിനകത്ത് പഠിക്കുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്ന സംഭവമാണ്. ഹൊയ്സാല രാജവംശം, അതിന് വിജയനഗര സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇതൊക്കെ വന്ന് കാണേണ്ടത്. അപ്പത്തിന് നമ്മൾ ടൂറിന് കൊണ്ടുപോകുന്ന എവിടെ, ഗോവയ്ക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ചിക്കമംഗ്ലൂർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഊട്ടിക്ക് കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സ്റ്റഡി ടൂറായിട്ട് നടന്ന് കാണിക്കേണ്ട തന്നെ സ്ഥലമാണ്. കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങളാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള ചരിത്രങ്ങളും കൂടെ കാണുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എല്ലാ പാഠങ്ങളും മനഃപ്പാടമാവും. സമയം 6:30 കഴിഞ്ഞ് ക്ലോസ് ആയായിരുന്നു. പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്താണ്. ഇത് കണ്ടില്ലേ, സംഭവം എന്താണെന്നറിയാമോ? ഇത് മറ്റേ നമ്മുടെ ലുഡോ കളിക്കത്തില്ലേ, അത് ആളുകൾ ലുഡോ ഇരുന്ന് കളിക്കുന്നതാണ്. എവിടെ ഇരുന്ന് കളിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് ലുഡോയുടെ വലിയ ബോർഡാണിത്. യെസ്, അവിടെ ഇരുന്നിട്ട് ഈ 2 സൈഡിൽ ഇരുന്നിട്ടാണ് ആളുകൾ ലുഡോ കളിക്കുന്നത്. ലുഡോ നമ്മളിപ്പോൾ ലുഡോ എന്ന് പറയും, ക്യാരംസോ അങ്ങനെയൊക്കെ പണ്ടത്തെ പേരെന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഒരു ഇതുകൂടെ ഉണ്ട്, ക്ഷേത്രം പോലെ. ക്ഷേത്രമല്ല, ഇത് ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. സ്പെഷ്യൽ റിക്വസ്റ്റിൽ കയറ്റി വിട്ടാണ്. ഞാൻ ഇതുപോലെ പറഞ്ഞു, കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ നടന്നിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് അലിവ് തോന്നി. പുള്ളി കയറ്റി വിട്ടാണ്. നമുക്ക് നൈസല്ലേ, നല്ല കാറ്റാണ്. ഇതുകൂടെ കണ്ടിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. വന്നിട്ട് ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ വൻ നഷ്ടമായിരുന്നു.
ഗായ്സ്, അപ്പോൾ ഇതൊക്കെയാണ് ചിത്രദുർഗ കോട്ടയിലെ കാഴ്ചകൾ. കോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ